മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അനിൽ കുട്ടോ എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിരിക്കാൻ സാധ്യതയില്ല. അദ്ദേഹം അനിൽ കുട്ടോ എന്ന് പറയുന്ന ആള് ഡൽഹിയിലെയോ മറ്റോ ഒരു ബിഷപ്പാണ്. ആ കുട്ടോ എന്ന് കേൾക്കുമ്പോൾ ഏത് സംസ്ഥാനക്കാരനാണെന്ന് എനിക്കറിയില്ല. അനിൽ എന്ന് കേട്ടാൽ കേരളീയനാണെന്ന് തോന്നുന്നു. അനിൽ കുട്ടോ ഇന്നലത്തെ പത്രത്തിൽ വളരെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മതപരിവർത്തന ബില്ല് പാർലമെന്റിൽ വരികയാണെങ്കിൽ അതിശക്തമായിട്ട് ഞങ്ങൾ അതിനെ നേരിടുമെന്ന്. അതായത് മതപരിവർത്തനത്തിനെതിരെ ഒരു ബില്ല് പാർലമെന്റ് പാസാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. കാരണം അത് ഭാരതത്തിന്റെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ്. ഏത് രീതിയിൽ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചും മതപരിവർത്തനം നടത്താൻ, അതിന് പുറത്ത് സേവനത്തിൻ്റെയും പുറത്ത് മറ്റ് നന്മയുടെയും വെളിച്ചം വീശുന്നതിൻ്റെയും എല്ലാം പേര് കൊടുത്തു കഴിഞ്ഞാൽ ആരെ വേണമെങ്കിലും മതം മാറ്റാം. ആ മതം മാറ്റലിനെതിരെ ഉള്ള ഒരു നിയമത്തെയും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് അനിൽ കുട്ടോ എന്ന ആള് പറഞ്ഞിട്ടുണ്ട്. അതേ വാക്കുകൊണ്ട് അതേ നാക്കുകൊണ്ട് തന്നെ പറയുന്നു, മതം മാറിപ്പോയവരെ, ക്രിസ്തു മതത്തിലേക്കോ ഇസ്ലാം മതത്തിലേക്കോ മാറിയവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഏത് സംരംഭത്തെയും അതിശക്തമായ രീതിയിൽ ഞങ്ങൾ എതിർക്കും, അനുവദിക്കില്ല. അതിൽ ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ്. അതായത് ഹിന്ദുവിനെ ക്രിസ്ത്യാനിയാക്കുന്നതിൽ അനിൽ കുട്ടോ എന്ന് പറയുന്ന വ്യക്തിക്ക് എതിർപ്പൊന്നുമില്ല. കാരണം അയാൾ ചെയ്യുന്നത് തന്നെയാണത്. അത് കാരണം എനിക്ക് എന്ത് തെണ്ടിത്തരവും ചെയ്യാനുള്ള പെർമിഷൻ വേണം, നിനക്ക് ഒരു നന്മയും ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടാവാനും പാടില്ല. ഇവരെയാണ് യേശുക്രിസ്തു പറഞ്ഞത് ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ എന്ന് പറഞ്ഞത്. അപ്പൊ യഥാർത്ഥത്തില് അനിൽ കുട്ടോയുടെ ശബ്ദം അദ്ദേഹത്തിന്റെ മാത്രം ശബ്ദമല്ല, അല്ലെങ്കിൽ അയാളുടെ മാത്രം ശബ്ദമല്ല. അത് കേരളത്തിലെ ഓരോ കർദിനാളിന്റെയും ഓരോ ബിഷപ്പിന്റെയും ഓരോ ക്രിസ്ത്യാനിയുടെയും ശബ്ദമാണ്. ഞങ്ങൾക്ക് ഹിന്ദുക്കളെ ഞങ്ങളുടെ മതത്തിലേക്ക് കൊണ്ടുവരാൻ അവകാശമുണ്ട്. അറിഞ്ഞോ അറിയാതെയോ വഞ്ചിക്കപ്പെട്ടോ ഞങ്ങളുടെ മതത്തിലേക്ക് വന്നവരെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാൻ അവകാശം ഇല്ല. ഇതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ മനസ്സിലുള്ളതെന്ന് ഓരോ മുസ്ലിം, ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും, ഓരോ കോൺഗ്രസ്സുകാരനും, ഓരോ BJP-കാരനും മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരനും അറിയണം. തിന്മ ചെയ്യാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, തിന്മയുടെ വിധേയമായവരെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ല. അതാണ് ഈ ബിഷപ്പ് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞതും അത് പത്രമാധ്യമങ്ങളിൽ വന്നതും. ഏതായാലും ഹിന്ദുക്കളോട് എനിക്ക് പറയാനുള്ളത്, വളരെയധികം പ്രകോപനപരമായിട്ടോ പ്രദർശനപരമായിട്ടോ പ്രകടനാത്മകമായിട്ടോ നമ്മുടെ ധർമ്മത്തിൽ നിന്ന് വഞ്ചനയിലൂടെ അപ്പുറത്തേക്ക് പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കരുത്. വളരെ സൈലന്റായിട്ട് ഹിന്ദു ഹെൽപ്പ് ലൈൻ എന്ന ഒരു സംഘടന മിനിഞ്ഞാന്നത്തെ പത്രത്തില് ജന്മഭൂമിയില് വിവരിക്കുകയുണ്ടായി. ധാരാളം വ്യക്തികൾ ഞങ്ങളെ ബന്ധപ്പെടുന്നു ഈ ഹിന്ദു ധർമ്മത്തിലേക്ക് തിരിച്ചു വരാൻ. ശരിക്ക് ഈ ഹിന്ദു ധർമ്മത്തിലേക്ക് തിരിച്ചു വരുന്നത് അത് ഈഴവ സമുദായക്കാരാണെങ്കിൽ SNDP-യുടെ ആ പ്രദേശത്തുള്ള യോഗ പ്രവർത്തകരുടെ, SNDP യോഗത്തിന്റെ പ്രവർത്തകരുടെ സഹായത്തിൽ തിരിച്ചു കൊണ്ടുവരിക. പുലയ മഹാസഭയുടെ ആണെങ്കിൽ അവരുടെ സഹായത്തോടുകൂടി തിരിച്ചു കൊണ്ടുവരിക. നായരുടേതാണെങ്കിൽ അതാത് ലോക്കൽ നായർ കമ്മിറ്റിയുടെ സഹായത്തിൽ തിരിച്ചു കൊണ്ടുവരിക. തമിഴ് അയ്യരോ അല്ലെങ്കിൽ ബ്രാഹ്മിൻസ് വിഭാഗത്തിൽപ്പെടുന്ന നമ്പൂതിരിയോ ആണെങ്കിൽ അവരുടെ സഹായത്തിൽ തിരിച്ചു കൊണ്ടുവരിക. ഇന്ന് ഹിന്ദുക്കൾക്ക് ഇപ്രകാരമുള്ള കർമ്മത്തെ സഹായിക്കാനുള്ള ഒരു മനസ്സെത്തിയിട്ടുണ്ട്. അനിൽ കുട്ടോയെ പോലെ ഉള്ളവർ പറഞ്ഞത് ഇവർ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുളത്തിലെ വെള്ളം വറ്റിക്കാൻ പുറത്തു നിന്ന് ആര് ശ്രമിച്ചാലും ആ വെള്ളം തിരിച്ച് കുളത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് ഒരു അധർമ്മവുമല്ല, ഒരു അനീതിയുമല്ല, ഒരു അന്യായവുമല്ല. അത് നമ്മൾ ഇന്ന് ചെയ്തില്ലെങ്കിൽ
കുളത്തിലെ വെള്ളം മുഴുവനും വറ്റിയതിനു ശേഷം എന്തെങ്കിലും ചെയ്തതുകൊണ്ട് പ്രയോജനമില്ല. ധീരരായി ഒരു മാർക്സിസ്റ്റുകാരനും ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദു ധർമ്മത്തിലേക്ക് തിരിച്ചു വരുന്നതിനെ സഹായിക്കില്ല. പക്ഷെ ഇപ്പൊ കുറേ SFIക്കാരും DYFIക്കാരും RSSകാരോട് ചേർന്ന് ഒരു ഹിന്ദു സ്പിരിറ്റ് ഉള്ളവരായിട്ട് തീർന്നിട്ടുണ്ടെന്ന് മലപ്പുറത്തും കോഴിക്കോടും കണ്ണൂരും പോയപ്പോ കാണുകയും കേൾക്കുകയും ചെയ്യേണ്ടായി. അവരെല്ലാം ഇതിനായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് കുറച്ചെങ്കിലും പഠിപ്പിക്കുക. അവരെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഓർമ്മിക്കുക, അവരുടെ രക്തം ഹിന്ദു രക്തമാണ്. അവരെ ഒരു ഗണപതി ഹോമമോ പൂജയോ വേറെ ഒന്നും നടത്തി തിരിച്ചു കൊണ്ടുവരേണ്ട കാര്യമില്ല. അവർ ജസ്റ്റ് ഹിന്ദു ആയാൽ മതി. ഹിന്ദു ധർമ്മം ഒരു മതമല്ല, ഒരു ജീവിത രീതിയാണെന്ന് എല്ലാവർക്കും അറിയാം. അതേപോലെ ഓരോ പ്രദേശത്തെയും ചെറിയ ചെറിയ ആശ്രമങ്ങളുണ്ട്. അവിടെ നല്ല സന്യാസിമാരാണ് ഉള്ളതെങ്കിൽ അവരുടെയും സഹായം സ്വീകരിക്കുക. പല ആശ്രമങ്ങളിലും സന്യാസിമാര് വെറുതെ കിടന്ന് ഉറങ്ങി ജീവിതം അവസാനിപ്പിക്കുന്നു. ഒന്നും ഹിന്ദു ധർമ്മത്തിന് വേണ്ടി ചെയ്യുന്നില്ല. ഓരോ പള്ളിയിലച്ഛനും എന്താണോ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ചെയ്യുന്നത് അതേപോലെ ഓരോ സന്യാസി കാവ്യുടുത്ത വ്യക്തിക്ക് അറിവുണ്ടെങ്കിലും അറിവില്ലെങ്കിലും നമ്മുടെ ധർമ്മത്തിന് വേണ്ടി കുറച്ചെന്തെങ്കിലും ശാരീരികമോ മാനസികമോ ബുദ്ധിപരമോ ആയിട്ട് ചെയ്യാൻ സാധിച്ചാൽ തിരിച്ചു കൊണ്ടുവരുന്ന പ്രക്രിയ വളരെ എളുപ്പത്തിൽ നടക്കുകയും ചെയ്യും. അപ്പോ എങ്ങനെയാണോ ബിഷപ്പ് ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളാക്കാൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ക്രിസ്ത്യാനി ആയവനെ തിരിച്ച് അങ്ങോട്ട് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവാൻ പറ്റില്ല എന്ന് പ്രഖ്യാപിച്ചത്, അത് തന്നെ മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ധർമ്മത്തെ സംരക്ഷിക്കാൻ എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. ധാരാളം വ്യക്തികൾ സഹായിക്കാനുണ്ടാവും. ഇന്ന് കേരളത്തിലെ ജനത ഇത് നല്ല രീതിയിൽ തിരിച്ചറിയുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് എല്ലാവരും NSSകാരും ഉണ്ടാവും, SNDPക്കാരും ഉണ്ടാവും. എല്ലാവരും ഈ ഒരു മഹായജ്ഞത്തില് നമ്മുടെ കൂടെ പ്രവർത്തിക്കാനുണ്ടാവും എന്ന് അറിയിച്ചുകൊണ്ട് അനിൽ കുട്ടോയെ പോലെയുള്ള ബിഷപ്പുമാരുടെ ഭീഷണിയെ നല്ല ഒരു അവസരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോയ ഗോത്രവർഗക്കാരെയും പാവപ്പെട്ടവരെയും ഈഴവരെയും പുലയരെയും ബ്രാഹ്മണരെയും നായരെയും എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരാൻ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെ നമ്പൂതിരി മുതൽക്ക് നായാടി വരെ, നായാടി മുതൽക്ക് നമ്പൂതിരി വരെ കൈകോർക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ നമ്മള് സൈലന്റായിട്ട് ഇവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള മഹായജ്ഞം ഈ അനിൽ കുട്ടോയുടെ വാക്കുകള് ഒരു വെല്ലുവിളിയായിട്ട് എടുത്തുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.